ഈ വലത് കാലിലെ മുട്ടിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 വീലറിലൊക്കെ കയറിയാൽ ചെറിയൊരു ഹമ്പ് ബ്രേക്ക് ചെയ്ത് കയറിയാൽ പോലും എനിക്ക് മുട്ടിന് വല്ലാത്ത അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ കാലിലെ ഒരു ഇടർച്ച വന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ചെന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്ത് ശരിയാവും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നീട് ഏതാണ്ടൊരു വർഷം ഗ്യാപ്പിൽ, 1 വർഷമോ 1.5 വർഷമോ ഗ്യാപ്പിൽ 4 ഇഞ്ചക്ഷൻ വരെ ചെയ്ത്. എൻ്റെ പേര് തോമസ് എന്നാണ്, ഞാൻ ചേരാനൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ കാലിലെ ഒരു ഇടർച്ച വന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ചെന്നതാണ്. അപ്പോഴാണ് എൻ്റെ ഒരു കൊളീക്ക്, ഈ റീജൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊളീക്ക് ഈ ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യാൻ സൗകര്യമുള്ളൊരു സ്ഥലമുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. അത് കേട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് വന്നു. ഇത് വരുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിടറിയൻ്റെ ഒരു ഭാഗമായിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോഴെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല 2 വീലറൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ സീറ്റിലിരുന്നാൽ മുട്ടിന് വല്ലാത്ത പെയിൻ അനുഭവപ്പെടുമായിരുന്നു. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലെ കാലിനാണ് ഈ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം എൻ്റെ കാലിൻ്റെ തേയ്മാനം ഒരു 4th സ്റ്റേജിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്ത് ശരിയാവും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് മുതൽ, അതായത് ഫെബ്രുവരി 2023 ഞാൻ ആദ്യമായിട്ട് ഡോക്ടറെ അടുത്ത് വരുന്നത്. ഡോക്ടർ വന്ന് ഡോക്ടറിൻ്റെ ഈ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ഇഞ്ചക്ഷൻ 1, 2, 3 അങ്ങനെ 3 ചെയ്ത് പിന്നീട് ഏതാണ്ടൊരു വർഷം ഗ്യാപ്പിൽ, 1 വർഷമോ 1.5 വർഷമോ ഗ്യാപ്പിൽ 4 ഇഞ്ചക്ഷൻ വരെ ചെയ്ത്. ഈ ലാസ്റ്റ് ഇയറിൽ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. മറ്റത് ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് മമ്മട്ടിയൊക്കെ എടുത്ത് ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേത് ചില ഈ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാലിനൊരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷേ ഇല്ല എന്ന് തീർത്തു പറയുന്നില്ല. കൂടുതലായിട്ട് സ്റ്റെപ്പ് കയറുക, അല്ലെങ്കിൽ ഒരുപാട് നടക്കുക, അല്ലെങ്കിൽ ഈ പോസ്റ്ററിൽ വ്യത്യാസമായ രീതിയിൽ നിന്ന് മമ്മട്ടി കൊണ്ട് അല്ലെങ്കിൽ ചെയ്താൽ നേരിയൊരു അസ്വസ്ഥത തോന്നും. അത് ഞാൻ സാധാരണ അഡ്ജസ്റ്റ് ചെയ്യുന്ന ശകലം ഒരു ബാം എന്തെങ്കിലും പുരട്ടി കുടിക്കുക, അതോടുകൂടി മാറും. അപ്പോൾ ഈ ഒരു വർഷം എനിക്ക് വളരെ നല്ല അനുഭവം ഉണ്ടായിരുന്നത്. പക്ഷെ ഡോക്ടറെ കണ്ട് ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞെടുത്ത്, അപ്പോൾ വീണ്ടും 5th ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞാണ് ഞാനിപ്പോൾ ഡോക്ടറെ അടുത്ത് എത്തിയിരിക്കുന്നത്.